ഇറാൻ ഉടനെ കീഴടങ്ങിയില്ലെങ്കിൽ അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേരുമെന്നുള്ളത് കാര്യം ഏകദേശം തീർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ പോർമുഖങ്ങൾ ഏതൊക്കെയായിരിക്കും? ഡീഗോ ഗാർഷ്യ ഇന്ത്യൻ സമുദ്രത്തിൽ നമ്മുടെ രാജ്യത്തിന് കീഴെയായി ഉള്ള ഒരു ഐലൻഡ്. UK ആധിപത്യത്തിലുണ്ടായിരുന്ന ഇത് UK-യും അമേരിക്കയുമായിട്ടുള്ളൊരു കരാർ പ്രകാരം 100 വർഷത്തേക്ക് അമേരിക്കൻ ബേസായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ ബേസിൽ നിന്നായിരുന്നു ഇറാഖിനെതിരെ ഉണ്ടായിരുന്ന യുദ്ധവും പ്രധാനമായിട്ടും നടത്തിയത്. ഫൈറ്റേഴ്സിന് റീഫ്യൂവൽ ചെയ്യാൻ വേണ്ടി അന്ന് മുംബൈയിൽ സൗകര്യം ഒരുക്കിയപ്പോഴാണ് ലോകമറിഞ്ഞത് ഡീഗോ ഗാർഷ്യയിൽ നിന്നാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പറന്നു വരുന്നത്. ഇന്ന് അമേരിക്കയുടെ ഒരുപാട് യുദ്ധ അസറ്റുകൾ ഡീഗോ ഗാർഷ്യയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുടേത് പുറമെ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും വിമാനവാഹിനി കപ്പലുകളടക്കം നിരവധി ഫൈറ്റർ ജെറ്റുകൾ നമ്മുടെ കടൽ തീരത്തുണ്ട്. അമേരിക്കയുടെ പടപ്പുറപ്പാട് കേരളത്തിൻ്റെ തീരത്തിനടുത്തുകൂടിയാണ് നീങ്ങുകയെന്നർത്ഥം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അമേരിക്കയുടെ B-2 ബോംബേഴ്സ്, ക്ലാസ് 1 ബോംബേഴ്സ്, ഇത്രയും വില കൂടിയതും ഇത്രയും കേപ്പബിളുമായിട്ടുള്ള ബോംബേഴ്സ് ഇതുവരെ ലോകത്ത് ആരും നിർമ്മിച്ചിട്ടില്ല. ഇത് അമേരിക്കയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ള $1 ബില്യൺ, ഏകദേശം 8,000 കോടി രൂപ വില വരുന്ന B-2 ബോംബേഴ്സ്. ആകെ നിർമ്മിച്ചത് ഇതുവരെ 20 എണ്ണം. അതിൽ ഇപ്പോൾ 16 എണ്ണമാണ് ഓപ്പറേഷനിൽ. ഒരെണ്ണം അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളത് മെയിൻ്റനൻസും മറ്റുമായി. മിസോറിയാണ് ഇതിൻ്റെ ബേസ്. അമേരിക്കയിലെ മിസോറിയാണ് ബേസ്. മിസോറിയിൽ നിന്ന് ഈ B-2 ബോംബേഴ്സ് പറന്നു ഉയരും എന്ന് കാത്തിരിക്കുകയാണ് പലരും. കാരണം ബങ്കർ ബസ്റ്റർ ബോംബുകൾ, ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി ഇറാൻ്റെ ഭൂമിക്ക് വളരെ അടിയിലാണ്. ഈ ബങ്കറുകൾ നശിപ്പിക്കണമെങ്കിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രയേലിൻ്റെ കയ്യിലില്ല ഇപ്പോൾ. അതാണ് കാര്യമായിട്ട് ആദ്യം തന്നെ അമേരിക്ക ഉപയോഗിക്കാനുള്ള സാധ്യത. ഇസ്രയേൽ അവരുടേതായിട്ടുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഫുട്ടേജും വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ്, എത്രത്തോളം ആഘാതമേൽപ്പിക്കാൻ പറ്റും മണ്ണിനടിയിലെന്ന് നമുക്ക് തീർച്ച പറയാൻ കഴിയുകയില്ല. ഭൂമിക്കടിയിലേക്ക് ഒരു ന്യൂക്ലിയർ ബോംബ് പോലും പൊട്ടിയാൽ 300 മീറ്ററിലധികം താഴ്ചയിലേക്ക് യാതൊരു ചലനവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഭൂമിക്കടിയിലെ സുരക്ഷ മനസ്സിലാക്കി ഇറാൻ പൂർണ്ണമായിട്ടും ഭൂമിക്കടിയിൽ സാഗേറ്റ് പോലെയുള്ള സ്ഥലത്ത് ന്യൂക്ലിയർ ഫെസിലിറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. B-2 ബോംബറുകൾ പറന്നുയരുകയാണെങ്കിൽ ഇതിൽ ആശ്ചര്യകരമായ കാര്യം, അമേരിക്കയുടെ ഓപ്പറേഷനിലായിട്ടുള്ള 14ഓളം B-2 ബോംബറുകളിൽ 6 എണ്ണം ഒരു മാസം മുന്നേ തന്നെ ഡീഗോ ഗാർഷ്യയിലേക്ക് അവരെത്തിച്ചിരുന്നു. എല്ലാ വർഷവും നടക്കുന്ന ഒരു നാവിക വായുസേന അഭ്യാസത്തിൻ്റെ പേരിലാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാ വർഷവും സാധാരണ ഒരു B-2 ബോംബറിലധികം പങ്കെടുക്കാറില്ല. അതാണ് ഈ പ്രാവശ്യം 6 B-2 ബോംബറുകൾ. ഇത് അമേരിക്കയുടെ ആയുധശേഷിയുടെ പകുതിയിലധികം പ്രധാനപ്പെട്ട ബോംബറുകൾ ഇപ്പോൾ ഉള്ളത് ഡീഗോ ഗാർഷ്യയിലാണ്. പിന്നെയും ബോംബറുകൾ മിസോറിയിൽ നിന്ന് പറന്നിരുന്നു എന്നും അതെവിടെയാണ് ഇപ്പോൾ എന്ന് അറിയില്ല എന്നുമാണ് പറയപ്പെടുന്നത്. പ്രൈവറ്റ് ചാനലുകളുടെ ഡീഗോ ഗാർഷ്യയുടെ സാറ്റലൈറ്റ് ഇമേജുകളിലാണ് നിരനിരയായി B-2 ബോംബറുകൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് കാണാനുള്ളത്. ഇതിന് പുറമെ അമേരിക്കയുടെ ബേസുകൾ ഏതൊക്കെയായിരിക്കാം? അമേരിക്ക ഏതായാലും B-2 ബോംബറുകൾ പോലെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള അസറ്റ്സ് ഒന്നും കൊണ്ടുപോയി മെയിൻലാൻഡിൽ യുദ്ധഭൂമിക്ക് അരികിലൊന്നും കൊണ്ടുവയ്ക്കുകയില്ല.
കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത F-35 B2 കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട F-35B എന്ന ബോംബറുകളാണ്. ഇവയൊക്കെ സ്റ്റെൽത്താണ്. ഒരു കാരണവശാലും റഡാറിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത B2 സ്പിരിറ്റാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത്. റഡാറിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാങ്കേതികവിദ്യയാണ് ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ആയിരക്കണക്കിന് കോടി രൂപ വിലയുള്ളവയാണ് ഓരോന്നും. ഇതിന് പുറമെ അമേരിക്കയുടെ ബേസുകൾ ഏതൊക്കെയായിരിക്കാം? അമേരിക്കയ്ക്ക് ഖത്തറിലും സൗദിയിലും പലയിടങ്ങളിലും മിഡിൽ ഈസ്റ്റിൽ ബേസുകളുണ്ടെന്നും അല്ലാതെ തന്നെ വിമാനവാഹന കപ്പലുകൾ ഹോർമൂസിലും ആഫ്രിക്കൻ മുനമ്പിലും ഉണ്ടെന്നും അവർ പരസ്യമാക്കിയതാണ്. ഇറാഖിൽ നിന്ന് അമേരിക്കൻ സേന പൂർണ്ണമായി ഒഴിഞ്ഞുപോയി എന്നാണ് പൊതുവെയുള്ള വാർത്തകൾ. അത് എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാഖ് എന്ന് അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഇറാഖ് ഭരണകൂടത്തിന് ഇപ്പോൾ അമേരിക്ക പതിച്ചു നൽകിയ ഭൂമിയാണ്. അല്ലാതെ ഇറാഖിൻ്റെ വലിയൊരു ഭാഗം, പ്രത്യേകിച്ചും അമേരിക്കയെ സദാം ഹുസൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ സഹായിച്ച കുർദുകളുടെ വലിയൊരു ഏരിയ, അവരതിനെ കുർദിസ്ഥാൻ എന്നാണ് പേര് പറയുന്നത്. കുർദിസ്ഥാൻ എന്ന് പറഞ്ഞൊരു പ്രോവിൻസ് ഇറാനിലുമുണ്ട്. കുർദുകൾ അവിടെയും വ്യാപിച്ചു കിടക്കുകയാണ്. അവരുടെ സംരക്ഷണമെന്നോണം പറഞ്ഞ വലിയൊരു ബേസ്, അമേരിക്കൻ ബേസ് ഇന്നും ഇറാഖിലുണ്ട്. അത് ഇറാനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നും ഇവിടെ നിന്ന് ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രയേൽ പലതും നടത്തുന്നത്. ഇറാൻ്റെ കണക്കുകൂട്ടുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ഇറാഖിൻ്റെ സൈഡിൽ നിന്നാണ് ആദ്യ മിസൈലുകൾ ഇറാനിൽ പതിച്ചത്.